മാഷെ, നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളുടെയും പേര് മാറ്റുന്നത് ഒരു അജണ്ട പോലെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരിയാണ്, അത് പഴയ സ്ഥലനാമം ഇതായിരുന്നല്ലോ, അത് തന്നെ മതിയല്ലോ എന്ന് നമുക്ക് തോന്നാറുമുണ്ട്. അതെ. പലതരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ബി.ജെ.പി. സർക്കാർ വന്നതിന് ശേഷം ഇത്തരത്തിൽ പല തലങ്ങളിലുള്ള മാറ്റങ്ങളും വരുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് രാജ്ഭവന്റെ പേര് മാറ്റാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നത്. അത് ശരിയാണോ മാഷെ? അങ്ങനെയാണെങ്കിൽ എന്തിനാണത്? അത് ശരിയാണോന്നല്ല, അത് തീരുമാനമായി, നാളെ തീരുമാനമായി? പ്രഖ്യാപിക്കുന്നു. മാത്രമല്ല അത് ഇന്ത്യയിലെ എല്ലാ രാജ്ഭവനുകളുടെയും പേരുകൾ അങ്ങനെ മാറ്റണമെന്ന് നിർദ്ദേശം പോയിട്ടുണ്ട്. രാജ്ഭവനുകളുടെ പേര് ലോക് ഭവൻ എന്നാക്കുകയാണ്. എന്നുവെച്ചാൽ രാജ്യം ഒരു അധികാരത്തിന്റെ ചിഹ്നം പോലെയാണ്. ഈ രാജ് അങ്ങനെ ഉണ്ടല്ലോ, പഴയ രാജ ഒരു ഫ്യൂഡൽ അംശമുണ്ട് എന്നാണ് അതിന് പറയുന്നത്. സത്യത്തിൽ സ്റ്റേറ്റ് എന്നുള്ള അർത്ഥമേ ഉള്ളൂ അതിന്, രാജ്. എന്നിട്ട് രാജ്ഭവനുകളൊക്കെ ലോക് ഭവനുകളാക്കി മാറ്റുകയാണ്. അതിപ്പോൾ ആദ്യം ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോൾ BJP മുഖ്യമന്ത്രിമാർ, BJP ഗവർണർമാരുള്ള പ്രദേശങ്ങളിൽ. ഇപ്പോൾ ഏറ്റവും ആദ്യം അത് ഇവരൊക്കെ നടപ്പാക്കിയല്ലോ. അപ്പോൾ ബംഗാൾ ഗവർണർ ആനന്ദ ബോസ് നടപ്പാക്കി പ്രഖ്യാപിച്ചു. അതുപോലെ ഇപ്പോൾ കേരളത്തിലിപ്പോൾ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ഇവിടെ ഇല്ല, നാട്ടിലാണെന്ന് തോന്നുന്നു, ഗോവയിലാണെന്ന് തോന്നുന്നു. നമ്മുടെ ഗവർണർ ആർലേക്കർ, അദ്ദേഹം വന്നാൽ ഉടനെ അതും മാറ്റി പേര് വെച്ച് ബോർഡ് വെച്ച് സ്ഥാപിക്കും എന്നാണ്. മാത്രമല്ല ഈ കേരള ഗവർണർക്ക് ഇതിലൊരു റോളുണ്ട് അത്രേ. ഗവർണർമാരുടെ കഴിഞ്ഞ കൊല്ലത്തൊക്കെ മറ്റോ നടന്ന ഗവർണർമാരുടെ ഒരു അഖിലേന്ത്യാ യോഗത്തിൽ, മീറ്റിങ്ങിൽ ഇദ്ദേഹമാണ് അത്ര ഈ നിർദ്ദേശം വെച്ചത്. രാജ്ഭവൻ എന്ന പേര് ഒരു ഫ്യൂഡൽ പേരാണ്. എന്ന് വെച്ചാൽ രാജഭരണത്തിൻ്റെ ഒരു ഓർമ്മയാണ് അത് ഓർമ്മ വരിക പെട്ടെന്ന്. അതുകൊണ്ട് ജനഭവൻ ആണല്ലോ, ലോക് ഭവൻ എന്ന് പറഞ്ഞാൽ അതാണ്. രാജ്ഭവന് പകരം ലോക് ഭവനാക്കി മാറ്റണമെന്ന നിർദ്ദേശം ആർലേക്കറാണത്തെ വെച്ചത്. അപ്പോൾ അദ്ദേഹമാണ് അതിൻ്റെ പിതാവ്. അത് രാജ്ഭവനുകൾ ലോക് ഭവനുകളാക്കി മാറ്റുന്നതിൻ്റെ പിതൃത്വം അദ്ദേഹത്തിന്, അതിൻ്റെ പങ്കും കേരളത്തിനാണ് അവകാശപ്പെട്ടതെന്ന് അർത്ഥം. എന്തായാലും ഇനി മുതൽ നമ്മുടെ രാജ്ഭവനുകളൊക്കെ ലോക് ഭവനുകളായി മാറുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഗൗരവമുള്ളൊരു കാര്യമായിട്ടൊന്നും തോന്നില്ല. കാരണം പേരിലല്ലല്ലോ കാര്യം, ഒന്നാമത്തെ കാര്യം. പിന്നെ നേരത്തെ ഇപ്പോൾ പ്രജിത് പറഞ്ഞത് ശരിയാണ്, ഇന്ത്യയിൽ പല നാടുകളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ പേര് മാറ്റിയിട്ടുണ്ട്. അത് മാറ്റുന്നത് ഒന്ന് കൊളോണിയൽ അംശങ്ങളുള്ള പേരുകൾ നമുക്ക് മാറ്റാം. അത് നല്ല ഓർമ്മയല്ല. കൊളോണിയൽ അംശങ്ങളുടെ ഓർമ്മകളൊക്കെ തുടച്ചു നീക്കേണ്ടതാണ്. പതുക്കെ നമ്മൾ ആത്മനിർഭരാകുമ്പോൾ, സ്വയം പര്യാപ്തമാകുമ്പോൾ, വികസിത ഇന്ത്യ ആകുമ്പോൾ നമ്മുടെ ആത്മാഭിമാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മണ്ണും സംസ്കാരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പേരുകളാണ് നല്ലത്. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ VJT ഹാളിൻ്റെ പേര് മാറ്റിയത്. ഇപ്പോൾ VJT ഹാളില്ല, അയ്യങ്കാളി ടൗൺ ഹാൾ, അയ്യങ്കാളി മെമ്മോറിയൽ ടൗൺ ഹാൾ എന്നാണ് പേര്. തിരുവനന്തപുരത്തെ വിക്ടോറിയ ജൂബിലി ഹാളായിരുന്നു. വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളിനാണ് VJT ഹാൾ എന്ന് പറയുക. അത് മാറ്റി കോഴിക്കോട്ടെ ടൗൺ ഹാളിനും അതുപോലെ പേരും. അപ്പോൾ ഇങ്ങനെ പഴയ ബ്രിട്ടീഷ് ഓർമ്മകളുള്ള പേരുകൾ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് മഹാറാണിയുടെയും കൂട്ടരുടെയും ഒക്കെ പേരുകൾ വന്നിട്ടുള്ള ഹാളുകളൊക്കെ, അത്തരം പേരുകളൊക്കെ മാറ്റുന്നതിൽ നമുക്കത് മനസ്സിലാക്കാം. അതിനൊരു തരം കൊളോണിയൽ അംശമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ രാജ്ഭവൻ്റെ പേര് ലോക് ഭവനാക്കി മാറ്റുന്നതിൽ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയുന്ന പഴയ രാജാവിൻ്റെ അംശമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ രാജ്യസഭയുടെ പേര് എന്താക്കും? രാജ്യസഭയുടെ പേര് ലോക്സഭ എന്നാക്കാൻ പറ്റില്ലല്ലോ, കാരണം ലോക്സഭ ഓൾറെഡി ഉണ്ട്. ജനസഭ എന്നാക്കി മാറ്റാം. അല്ല, എന്തെങ്കിലുമൊക്കെ മാറ്റാം, അങ്ങനെ മാറ്റം പറ്റും. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ ചില കാര്യങ്ങൾ മാറ്റുന്നത് നല്ലതാണ്, അത് എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രൊപ്പഗാൻഡ പോലെ ചില കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ആയിട്ട് ഇപ്പോൾ BJPക്ക് ഒരു സ്വാധീനമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും BJPക്ക് കേരളത്തിലടക്കം ഇപ്പോൾ സ്വാധീനമുണ്ട്. ആ സ്വാധീനം ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടെത്തിക്കില്ലേ? നമ്മൾ അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയും പക്ഷേ ജനങ്ങളിൽ നിന്നും അകലാനുള്ള ഒരു കാരണമായിട്ട് ഇത് മാറും. പോസിറ്റീവായ കാര്യങ്ങൾ വന്നാൽ നമുക്ക്, പ്രത്യേകിച്ച് ഇവർ കേരളത്തിലൊക്കെ ഇത്തരം വാദങ്ങൾ കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടി സൂക്ഷിക്കണം. മലയാളി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മുടെ ഒരു മേന്മ പറയുകയല്ല, പല കാര്യങ്ങളിലും ഇന്ത്യയേക്കാൾ മുമ്പേ സഞ്ചരിച്ചൊരു നാടാണ്. ചിന്താശേഷിയിലും അക്ഷരാഭ്യാസത്തിലും ആരോഗ്യത്തിലും ഒക്കെ. മാത്രമല്ല നവോത്ഥാന ചിന്തയിൽ, സാമൂഹ്യ വിപ്ലവത്തിൽ, സാമൂഹ്യ നീതിയിൽ, ലിംഗനീതിയിൽ ഒക്കെ ഒരുപാട് മുന്നോട്ട് പോയൊരു നാടല്ലേ കേരളം. അപ്പം കേരളത്തിൽ ഇത്തരം വാദങ്ങൾ കൊണ്ടുവരുമ്പോൾ സൂക്ഷിച്ച് വേണം.
ന്യായമായിട്ടുള്ളത് അംഗീകരിക്കും. ഇപ്പോൾ ഞാൻ ആദ്യം ഇപ്പോൾ ഗണപതി വട്ടം എന്ന പേര്, സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കണം എന്ന വാദം ഉന്നയിച്ച് വളരെ കാലം മുമ്പുള്ള ആ വാദമാണത്. അപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കാലത്ത് കെ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ആളുകൾ ചോദിച്ചു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഗണപതി വട്ടമാണ് നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അന്നും എന്നും അതിനെ പിന്തുണക്കുന്നുണ്ട്. കാരണം അത് ഭയങ്കര ഭീകരമായ ഓർമ്മയാണ്. ഒന്ന്, സുൽത്താൻസ് ബാറ്ററിയാണ്. ഈ സാക്ഷാൽ ടിപ്പു സുൽത്താൻ മൈസൂരിൽ നിന്ന് വന്നിട്ട് വയനാട് വഴിയാണല്ലോ വരിക. അപ്പോൾ അവർക്ക് ഇടത്താവളമായി അവരുടെ ആയുധവും പീരങ്കിയും, ബാറ്ററി എന്ന് പറഞ്ഞാൽ അതാണ്, ഈ ആയുധത്തിൻ്റെ സൂക്ഷിപ്പ് കേന്ദ്രമാണല്ലോ. അപ്പോൾ അവിടെ ഈ മൈതാനത്ത് വന്നിട്ട്, ബത്തേരിയിലെ ഒരു മൈതാനത്ത് വന്നിട്ട്, ഗണപതി വട്ടം എന്ന സ്ഥലത്താണ് അവർ ആ സ്ഥലപ്പേര്. അവിടുത്തെ ഗണപതി വട്ടം എന്ന സ്ഥലത്തിൻ്റെ ഒരു മൈതാനത്ത് ഇവർ വന്ന് തമ്പടിച്ച് ആയുധങ്ങളും പീരങ്കികളും ഒക്കെ അവിടെ സൂക്ഷിച്ചിരുന്ന ഒരു കാലമായതുകൊണ്ടാണ്. ഒന്ന്, ഒരാവശ്യവുമില്ലാതെ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന ചക്രവർത്തിമാരെ ആക്രമിച്ച് കീഴടക്കാൻ വന്ന അക്കാലത്തെ ഒരു വിദേശിയാണ്. കാരണം ഓരോന്നും വേറെ വേറെ രാജ്യമാണല്ലോ, ഇന്ത്യ എന്ന ഒറ്റ രാജ്യമല്ലല്ലോ. അപ്പോൾ കേരളം എന്ന രാജ്യത്തെ, പ്രത്യേകിച്ച് പാലക്കാട് വേറെ രാജ്യം, കോഴിക്കോട് സാമൂതിരി, അപ്പോൾ ഈ രാജ്യത്തെ ആക്രമിക്കാൻ വന്നൊരു വിദേശിയാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തിൻ്റെ ഓർമ്മയൊന്നും അത്ര നല്ലതല്ല. ധാരാളമായിട്ട് ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടതിൻ്റെയൊക്കെ അനുഭവങ്ങൾ ആ യാത്രയിലുണ്ട്. അപ്പോൾ ടിപ്പു അല്ലെങ്കിലും ഒരു അന്യനാട്ടിൽ നിന്നൊരു ചക്രവർത്തി വന്ന് സൈനികമായി വന്ന് നമ്മുടെ നാട്ടിലെ സമാധാനം കെടുത്തി, ഇവിടെ യുദ്ധമുണ്ടാക്കി, പട നയിച്ച് നമ്മുടെ സമാധാനപൂർവ്വം ജീവിച്ചിരുന്ന ഒരു നാട്ടിൽ അക്രമം നടത്തുന്നതിൻ്റെ ഒരു ഓർമ്മയാണല്ലോ. അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ ഓർമ്മയ്ക്ക് പകരം അതിൻ്റെ പഴയ പേര് മതി, ഗണപതി വട്ടം എന്ന പേര്. ഇപ്പോൾ MGS ഒക്കെ പറയുന്നുണ്ട്, പഴയ പേര് അതാണല്ലോ. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ലോജിക്കുള്ളത് പറയണം. അതേ സമയത്ത് ഇപ്പോൾ ഇത്തരം വാദങ്ങളിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ നിസാരമായ കാര്യങ്ങളിൽ വെറുതെ ഒരു വിവാദം ഉണ്ടാക്കുന്ന പോലെ, ഇപ്പോൾ ആർലേക്കർ കൊണ്ടുവന്ന ഒരു വിവാദത്തിൽ നമ്മൾ അദ്ദേഹത്തെ സമ്പൂർണ്ണമായി പിന്തുണച്ച കൂട്ടത്തിലാണ്. ഇപ്പോൾ രാജ്ഭവനകത്ത് നടത്തുന്ന ഒരു പൊതുപരിപാടിയിൽ ഒരു പ്രതീകാത്മകമായി ഭാരതാംബയുടെ ഒരു ചിത്രം വെച്ചിട്ട് പുഷ്പാർച്ചന നടത്തുക എന്ന് പറയുന്ന ഒരു പുതിയ കീഴ്വഴക്കം അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല. ഭാരതാംബയാണല്ലോ, ഇന്ത്യയുടെ പ്രതീകമാണ്, രാജ്യത്തിൻ്റെ പ്രതീകമാണ്. ആ പ്രതീകത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തുന്നത് വലിയ ഒച്ചപ്പാടാക്കേണ്ട, ബഹളം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. അവിടെ പ്രത്യേകിച്ച് പരിസ്ഥിതി ദിനത്തും അവിടെ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയല്ലോ. അപ്പം ഞാൻ പറയുന്നത്, അദ്ദേഹം ന്യായമായ കാര്യങ്ങൾ മാത്രമല്ല, രാജ്ഭവനിൽ ഇങ്ങനെ ബൗദ്ധികമായ ചർച്ചകൾ കൊണ്ടുവരിക, ഒരു ബൗദ്ധിക സംവാദത്തിൻ്റെ ഒരു വേദിയാക്കി മാറ്റുക, അതൊക്കെ നല്ല പോസിറ്റീവായ കാര്യമാണ്. അല്ലെങ്കിൽ എന്തിനാണ് ഇത്ര വില കൂടി ഒരു 12 ഏക്കറിൽ, എനിക്ക് തോന്നുന്നു വലിയ 12 ഏക്കറിനകത്ത് വിശാലമായ കൊട്ടാരം, 12 ഏക്കറിൽ നീണ്ടു കിടക്കുന്ന കൊട്ടാരം. മാത്രമല്ല അവിടെ 71 പേർക്കോ മറ്റോ താമസിക്കാൻ, 71 ഉദ്യോഗസ്ഥന്മാർക്ക് താമസിക്കാൻ, അത് വൻകിട ഉദ്യോഗസ്ഥന്മാരാണ് ഗവർണറുടെ, അവർക്ക് താമസിക്കാനുള്ള പ്രത്യേകം മന്ദിരങ്ങൾ ആ വളപ്പിൽ തന്നെ. എന്ന് പറഞ്ഞാൽ രാജ്ഭവൻ എന്ന് പറയുന്ന ഒരു വീടല്ല, ഒരു വലിയ കോംപ്ലക്സ് ആണ്. ഒരുപാട് കൊട്ടാരങ്ങളുടെ ഒരു സമുച്ചയത്തിനാണ് നമ്മൾ രാജ്ഭവൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒന്ന് നമ്മളെ ഏതോ ഒരു രാജ്യത്തിൻ്റെ ഒരു അലങ്കാരം പോലെ കൊണ്ടു നടക്കുന്നൊരു പോസ്റ്റല്ല. ഗവർണർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഭരണത്തിൽ ഇടപെടാനൊന്നുമില്ലല്ലോ. മാത്രമല്ല വന്ന് ഇപ്പോൾ ഗവർണറുടെ അധികാരമൊക്കെ സുപ്രീം കോടതി വരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അത് പതുക്കെ എല്ലാ സ്റ്റേറ്റുകളും അത് നിയമനിർമ്മാണത്തിലൂടെ തന്നെ കുറച്ച് കൊണ്ടുവരികയൊക്കെ ചെയ്യും. യൂണിവേഴ്സിറ്റികളുടെ ഭരണത്തിൽ അവർക്ക് റോള് കുറഞ്ഞു വന്നു. അത് കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകളോട് കലഹിക്കാൻ ഇങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നോമിനിയായി ഒരു ഉദ്യോഗസ്ഥനായി, സത്യത്തിൽ കേവലം ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുകയാണല്ലോ, പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണല്ലോ. UPSC വഴി വന്ന ഒരാളല്ല, IAS IPS അങ്ങനെയുള്ള ഒരാളല്ല. ഏതെങ്കിലും ഒന്നുകിൽ ഇപ്പോൾ പണ്ടൊക്കെ റിട്ടയേർഡ് ജഡ്ജിമാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെയാണ് സാധാരണ രീതിയിൽ വരിക, അല്ലെങ്കിൽ റിട്ടയേർഡ് പൊളിറ്റീഷ്യൻസ്, അങ്ങനെയൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ അത്തരക്കാർ വരുമ്പോൾ ആ പൊസിഷനെ അല്ലെങ്കിൽ രാജ്ഭവനെ കുറെ കൂടി ക്രിയേറ്റീവാക്കാൻ നല്ലതാണ്, ക്രിയേറ്റീവാക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണ് അവിടെ ബൗദ്ധികം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഗുരുമൂർത്തി വന്നു, RSS ബുദ്ധിജീവികൾ വന്നു. തീർച്ചയായിട്ടും RSSകാരനായ ഒരാൾ ഗവർണറായി വന്നാൽ അദ്ദേഹത്തിന് പറ്റിയവരെ വിളിക്കും. അത് ജനാധിപത്യത്തിൽ നമ്മൾ ന്യായമായി അംഗീകരിക്കേണ്ട ഒരു സംഗതിയല്ലേ. കോൺഗ്രസ്സുകാരായിരുന്ന കാലത്ത് ഇതൊന്നും നടന്നില്ല, ഒരു ഭൗതിക ചർച്ച ഉണ്ടായിരുന്നില്ല. അവിടെ ഗവർണർമാർ അവിടെ സുഖജീവിതം നയിക്കുകയായിരുന്നു, വേറെന്താ പ്രത്യേകിച്ച് അവർക്ക് ചെയ്യാണ്ടായിരുന്നത്. പിന്നെ ഗവൺമെൻറ്റുമായിട്ട് സംവാദങ്ങൾ, ചിലപ്പോഴൊക്കെ കലഹങ്ങൾ, അതൊക്കെ ആരോഗ്യകരമായി ആയിത്തീർന്നാൽ നല്ലതാണ്. ഗവൺമെൻറ്റിനും 1-2 വട്ടം ആലോചിച്ചിട്ടേ ഗവർണർക്ക് ഒരു കടലാസ് അയക്കുകയുള്ളൂ, നല്ലതാണല്ലോ.
അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥയിൽ ആർലേക്കർ കൊണ്ടുവന്ന പല പരിഷ്കാരങ്ങളെയും പിന്തുണച്ചവരാണ് കേരളീയർ. പക്ഷേ ഈ പരിഷ്കാരം അത്ര ഗൗരവമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. രാജ്ഭവൻ്റെ പേര് മൊത്തത്തിൽ മാറ്റുന്നെങ്കിൽ മാറ്റിക്കൊള്ളട്ടെ. പക്ഷേ അതിന് പറയുന്ന ന്യായം അത് രാജ് എന്ന വാക്ക് എന്തോ രാജാവിൻ്റേതാണെന്നോ ഉള്ളതായിട്ട് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം രാജ്യം എന്ന വാക്ക് തീർച്ചയായിട്ടും ഭാരതീയമാണ്. അതൊരു ഒരു ഫ്യൂഡൽ പേരോ അല്ലെങ്കിൽ കൊളോണിയൽ പേരോ അല്ലല്ലോ. അപ്പോൾ മാറ്റുന്നെങ്കിൽ മാറ്റിക്കൊള്ളട്ടെ. അത് പിന്നെ ഗൗരവം, അത് ഇത്ര ഗൗരവമുള്ള വിഷയങ്ങളായിട്ട് ധാരാളം ഗൗരവമുള്ള ജനകീയ പ്രശ്നങ്ങൾ ചർച്ചയ്ക്കെടുക്കേണ്ട സമയത്ത് രാജ്ഭവൻ്റെ പേര് മാറ്റുന്നത് ഗൗരവമുള്ളൊരു വിഷയമായി തോന്നുന്നു. നിസ്സാരമായ ഒരു കാര്യത്തിന് വലിയ വാർത്താ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഗവർണർ ചെയ്യുമ്പോൾ രാജ്ഭവൻ്റെ പേര് മാറുമ്പോൾ വാർത്തയാണ്. പക്ഷേ വാർത്തയാകാൻ മാത്രം ഇല്ലാത്ത വാർത്തകൾ നിർമ്മിക്കുന്നു എന്നതാണ്. അത് ഗവർണർ ചെയ്യുമ്പോൾ വേണ്ടിയിരുന്നില്ല സാറേ എന്ന് നമുക്ക് പറയാൻ തോന്നുന്നുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.